ഹായ്. ലക്ഷ്യത്തിലെത്തുമ്പോൾ നമ്മൾ നേരിടുന്ന പല തടസ്സങ്ങളുണ്ട്. അതെന്തൊക്കെയാണ് എന്നുള്ളതാണ്. അപ്പോൾ ഇതിന് എന്തൊക്കെ കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണം എന്നുള്ള വിഷയത്തെ കുറിച്ചിട്ടാണ് വീഡിയോ മുഴുവനായി കാണുക. അപ്പോൾ മാത്രമേ കൃത്യമായിട്ടുള്ള കാര്യങ്ങൾ അതിനിടയിൽ പറയുന്ന ചില പോയിന്റുകളായിരിക്കും നിങ്ങൾക്ക് വളരെ വിലപ്പെട്ടതുണ്ടായിരിക്കുക. ഒന്നാമത്തെ പോയിന്റ് എന്ന് പറയുന്നത്, നമ്മൾ ലക്ഷ്യത്തിലെത്തുമ്പോൾ നമ്മൾ ശരിയായ രീതിയിൽ ഒരു ഗോൾ സെറ്റ് ചെയ്യുക എന്നുള്ളത് തന്നെയാണ്. നിങ്ങൾ എന്താണെന്നുള്ള ലക്ഷ്യം, അവിടെ അതിന് വേണ്ടി നിങ്ങൾ എഴുതുന്ന കാര്യങ്ങൾ വളരെ വ്യക്തമായിട്ടുള്ള അതിന് പ്ലാനിങ്ങുകൾ തയ്യാറാക്കാണ് ആദ്യത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത്, നിങ്ങൾ പോകുന്ന വഴി എങ്ങോട്ടാണോ ആ വഴി നിങ്ങൾ വേറെ ആരുമായിട്ട് ഷെയർ ചെയ്യാതിരിക്കുക എന്നുള്ളതാണ്. അത് ഹിഡൻ ആക്കി വെച്ച് മാക്സിമം അതിന്റെ ഫിനിഷിങ് അല്ലെങ്കിൽ സക്സസിലേക്ക് എത്തിയതിന് ശേഷം മാത്രം വേറൊരു ഷെയർ ചെയ്യുക എന്നുള്ളതാണ്. മൂന്നാമത്തെ പോയിന്റ് എന്ന് പറയുന്നത്, നമ്മുടെ ലൈഫിൽ നമ്മൾ ഏറ്റവും ഇഷ്ടപ്പെടുന്ന വ്യക്തികളുണ്ടായിരിക്കും. നമ്മൾ അവരുടെ അടുത്തായിരിക്കും നമ്മൾ ഒരു ഡ്രീം കാര്യങ്ങളൊക്കെ വരുമ്പോൾ ആദ്യം പോയി ഷെയർ ചെയ്യുന്നത്. അത് കഴിഞ്ഞ് ബാക്കിയുള്ളവരൊക്കെ ഷെയർ ചെയ്യും. പക്ഷെ അങ്ങനെ നമ്മളൊരു സ്വപ്നങ്ങളോ ഡ്രീമുകളോ അല്ലെങ്കിൽ എന്തുള്ളൊരു വ്യക്തി ആയിക്കോട്ടെ, അത് നമ്മൾ ആദ്യം ഷെയർ ചെയ്യാതിരിക്കുക എന്നുള്ളതാണ്. ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിച്ചാൽ നിങ്ങളുടെ ലൈഫിൽ നിങ്ങളിലേക്ക് വരുന്ന നെഗറ്റീവ് എനർജി കുറയ്ക്കാൻ സാധിക്കുന്നതാണ്. അപ്പോൾ നമ്മൾ പറഞ്ഞു വരുന്ന കാര്യങ്ങൾ ഏകദേശം നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടിയെന്ന് വിചാരിക്കുന്നു. ഇതിന് ശേഷം നമ്മൾ നേരിടുന്ന കുറേ വഴികൾ, ഞാൻ നേരത്തെ പറഞ്ഞ പോയിന്റ് പല രീതിയിൽ നിങ്ങൾക്കത് ചിത്രീകരിക്കാവുന്നതാണ്. ചിലപ്പോൾ ഗേൾ ഫ്രണ്ട് ആയിരിക്കാം, ലവേഴ്സ് ആയിരിക്കാം, വൈഫായിരിക്കാം, ഫാമിലിയിൽ ഉള്ള മറ്റുള്ള വ്യക്തികളായിരിക്കാം. ഇതൊക്കെ അതിൽ വരുന്നതാണ്, മൂന്നാമത്തേതിൽ വരുന്നതാണ്. ഇനി പറയുന്ന കുറച്ച് കാര്യങ്ങൾ കൂടി ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ലൈഫിലേക്ക് കൂടുതൽ കാര്യങ്ങൾ വളരെ പെട്ടെന്ന് നമുക്ക് നേടിയെടുക്കാൻ സാധിക്കുന്നതാണ്. അതായത് പ്രശ്നങ്ങൾ വരാനുള്ള സാഹചര്യങ്ങൾ എങ്ങനെയൊക്കെയാണ്. അപ്പൊ നമുക്കറിയാം, നമ്മളൊന്ന് വ്യക്തികളോ മുഖേന ആയിരിക്കാം, വ്യക്തികളുടെ കണ്ണേറ് എന്ന് പറയേണ്ടായിരിക്കും. ചിലർ പറയും, ഞാനൊരു കാര്യം പുറത്തിറങ്ങുന്ന സമയത്ത് തന്നെ ഇന്ന് ഞാൻ ആ പൂച്ചനെ കണ്ടിറങ്ങി, അതുകൊണ്ട് തന്നെ ഇന്നത്തെ ദിവസം ശരിയല്ല, ശകുനം ശരിയല്ല, ഇന്ന് ആ കാര്യത്തിന് പോയാൽ നടക്കില്ല, അങ്ങനെ പല രീതിയിലും. അപ്പൊ ഇതൊക്കെ നമ്മുടെ ഉള്ളിലൊരു തോട്ട്, ചിന്ത, കഴിഞ്ഞു പോയ അനുഭവങ്ങൾ, പറഞ്ഞ കേട്ട അറിവുകളൊക്കെയാണ്. അപ്പൊ നമ്മൾ ആദ്യം മാറ്റി നമ്മുടെ ഉള്ളിലുള്ള ഇത്തരം അറിവുകളെ പോസിറ്റീവായ രീതിയിലേക്ക് മാറ്റിയെടുക്കുക. ഏത് സാഹചര്യം വന്നാലും എന്തിന്റെ ദിവസം നല്ലതായിരിക്കും എന്ന രീതിയിലുള്ള സജഷനുകൾ മനസ്സിന് കൊടുത്തുകൊണ്ട് മനസ്സിലുള്ള നെഗറ്റീവ് തോട്ടുകളെ മാക്സിമം അവോയ്ഡ് ചെയ്ത് കളയാൻ ശ്രദ്ധിക്കുക എന്നുള്ളതാണ്. ഒരു മെയിൻ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. വളരെ പെട്ടെന്ന് ഒരാൾക്ക് നടക്കാത്തൊരു കാര്യമാണ്, വളരെ ടഫായിട്ടുള്ളൊരു കാര്യം കൂടിയാണ് അത്. നമ്മൾ നിരന്തരമുള്ള നമ്മുടെ പരിശ്രമം കൊണ്ടും പ്രാക്ടീസുകൾ കൊണ്ടും മാത്രമാണ് നമ്മുടെ മനസ്സിനെ നമുക്ക് കീഴടക്കാൻ സാധിക്കുള്ളൂ. മനസ്സിനെ കുറിച്ചിട്ടുള്ള പല കാര്യങ്ങളെക്കുറിച്ചും പല ബുക്കുകളിൽ നിങ്ങൾ വായിച്ചിട്ടുണ്ടായിരിക്കാം. മനസ്സ് എന്ന് പറയുന്നത് നിർവചിക്കാൻ പറ്റാത്തതിനും അപ്പുറമായിട്ടുള്ള ഒരു സ്വപ്നഗനിയാണ് എന്ന് വെച്ച് പറയാം. സ്വപ്നങ്ങൾ കാണുന്നതിനും അപ്പുറമുള്ള കാര്യങ്ങൾ നമുക്ക് നേടിയെടുക്കാൻ നമ്മളെ പ്രാപ്തമാക്കുന്ന ഒരു സിദ്ധി അല്ലെങ്കിൽ കഴിവ്, ദൈവതുല്യമായിട്ടുള്ള അറിവുകൾ ഒക്കെ ഒളിഞ്ഞു കിടക്കുന്നത് മനസ്സിനുള്ളിലാണ് എന്നുള്ളതാണ്. പണ്ട് ഇതേപോലെ ഒരു കഥ എന്ന് പറയുമ്പോൾ വളരെ രസകരമായിട്ടുള്ള ഒരു കഥയാണ്. ഇത് ഏകദേശം പറയുമ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ കഴിവിനെ കുറിച്ച് ഒരു ബോധം വരും. അതായത് ദൈവം എന്ന് പറഞ്ഞ സങ്കല്പം നമുക്കുണ്ടല്ലോ, ദൈവസങ്കല്പം എന്ന് പറയും. ഏത് മതമാണെങ്കിലും അതിലൊരു ദൈവം ഉണ്ടായിരിക്കുമല്ലോ. അപ്പോൾ ആ ദൈവത്തിനെ മാത്രം നമുക്ക് എടുക്കാം. അപ്പോൾ ദൈവം ഇങ്ങനെ നടക്കുന്ന സമയത്ത് ജനങ്ങളെല്ലാവരും ദൈവത്തിനെ വിളിച്ച് പ്രാർത്ഥിക്കാൻ തുടങ്ങി. എല്ലാവരും അവരുടെ ആഗ്രഹങ്ങൾ പറയാൻ തുടങ്ങി. ദൈവങ്ങൾ അവരോട് അടുത്ത് പോകുന്നു, അവർക്ക് വേണ്ട വരം കൊടുക്കുന്നു, അവരുടെ കാര്യങ്ങൾ നിറവേറ്റുന്നു. ഈ അറിവ് കിട്ടി അടുത്ത ആൾ പറയുന്നു, എനിക്കിന്ന് ദൈവം പ്രത്യക്ഷപ്പെട്ടു, നടക്കുന്നു. അപ്പൊ നിരന്തരം ദൈവത്തിന് ആളുകൾ വിളിച്ചുകൊണ്ടിരിക്കുകയാണ്. ദൈവം പോകുന്നു, അനുഗ്രഹം കൊടുക്കുന്നു. ഒരു ദിവസം ദൈവത്തിന് വിചാരിച്ചു, ഇനി ഇങ്ങനെ വിളിച്ചുകൊണ്ട് എനിക്ക് പോകാൻ പറ്റുന്നില്ല എന്ന രീതിയിൽ ബ്രഹ്മാവിന്റെ അടുത്ത് പോവുകയാണ്. ബ്രഹ്മാവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബ്രഹ്മാവിന്റെ അടുത്ത് പോയി പറയുകയാണ്, ഇങ്ങനെ സങ്കടം, ദൈവം എന്നെ എല്ലാവരും വിളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്, അപ്പൊ എനിക്ക് അങ്ങനെ പോകാൻ പറ്റുന്നില്ല, എല്ലാവർക്കും ഒരു സ്ഥലത്ത് പോകാൻ പറ്റുന്നില്ല എന്ന രീതിയിൽ സംസാരിക്കുകയാണ്. ഇവര് വിളിച്ചാൽ വിളി കേൾക്കാത്ത സ്ഥലത്ത്, ഇവർ കാണാത്തൊരു സ്ഥലത്ത് എന്നെ ഒളിപ്പിക്കാൻ വേണ്ടി പറയാണ് ദൈവം. ദൈവം എപ്പോഴാ പോയി വിളിച്ചാലും അവിടെ ഒക്കെ വന്നിട്ട് ദൈവത്തിന്റെ അടുത്ത് വരങ്ങൾ ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്, വിളിക്കുകയാണ്, അന്വേഷിക്കുകയാണ്, അവർക്ക് വേണ്ട കാര്യങ്ങൾ നിറവേറ്റാൻ വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അങ്ങനെ ഇത് പോയി സങ്കടം പറയാണ്. അപ്പൊ പറയുമ്പോൾ ബ്രഹ്മാവ് പറയാണ്, നീ ഒരു കാര്യം ചെയ്യും, മനുഷ്യന്റെ മനസ്സിന്റെ ഉള്ളിൽ പോയിട്ടിരിക്കുക. ഒരു വ്യക്തിയും ഉള്ളിലേക്ക് ചിന്തിക്കാറില്ല, പുറത്തുള്ള എല്ലാ കാര്യങ്ങളും ചിന്തിക്കും. സ്വന്തം മനസ്സിന്റെ ഉള്ളിലേക്ക് ചിന്തിക്കാനോ അതിനെ കുറിച്ച് ചിന്തിക്കാൻ ഒരു മനുഷ്യനും തയ്യാറാവില്ല എന്ന് പറഞ്ഞതിന് ശേഷം ദൈവം ഓരോ മനുഷ്യന്റെ ഉള്ളിൽ ജ്യോതിസ്വരൂപനായി പോയി ഇരിക്കുകയാണ്. അതുകൊണ്ടാണ് എല്ലാവരും മെഡിറ്റേഷൻ ചെയ്യാൻ പറയുന്നത്. മെഡിറ്റേഷൻ ചെയ്യുമ്പോൾ നമ്മളുള്ള സോളുകൾ പവർഫുൾ ആവുകയും നമ്മുടെ ചക്രാസ് പ്യൂരിഫൈ ചെയ്യപ്പെടുകയും ചെയ്യുന്നത്. അവിടെ നമ്മുടെ
എനർജറ്റിക് ആയിട്ടുള്ള ഒരു അവേക്കനിങ് പവർ വരികയാണ് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ ദൈവം ഓരോ മനുഷ്യനും ഉള്ളിൽ ഉണ്ട് എന്നത് കഥയിൽ വായിച്ചതാണ്. നമുക്കറിയാം ശബരിമലയിൽ എഴുതി വെച്ചിരുന്ന തത്വമസി എന്നുള്ളത്, നീ തന്നെയാകുന്നു ദൈവം എന്നുള്ളത്, ഇതൊക്കെ നമുക്കുള്ള ഉദാഹരണങ്ങളാണ്. എന്നിട്ടും നമ്മൾ ക്ഷേത്രങ്ങളിൽ പോകുന്നു, ബാക്കിയുള്ളതൊക്കെ ചെയ്യുന്നു. അവിടെയുള്ള ഒരു പോസിറ്റീവ് എനർജിക്ക് വേണ്ടിയിട്ടാണ് ഇത്ര അറിവുള്ളവർ പോലും അവിടെ പോകുന്നുണ്ട്. ആ ഒരു പോസിറ്റീവ് ചുറ്റുപാട്, അവിടുത്തെ അറ്റ്മോസ്ഫിയർ ഒക്കെ നമ്മുടെ പോസിറ്റീവായുള്ള ചിന്തകൾ, പോസിറ്റീവായുള്ള മനസ്സുകളൊക്കെ ഉണ്ടാക്കുന്നതാണ്. അപ്പൊ നിങ്ങൾ ചിന്തിക്കേണ്ട ഇത്ര കാര്യം, നിങ്ങളുടെ മനസ്സിൽ ഇത്രയധികം പവർഫുൾ ആയിട്ടുള്ള സംഭവമാണ്. അപ്പൊ നിങ്ങൾ മാക്സിമം നിങ്ങളുടെ മനസ്സിനെ യൂട്ടിലൈസ് ചെയ്യാൻ ശ്രദ്ധിക്കുക. ചുറ്റുമുള്ള കഴിവുകളെയല്ല, ചുറ്റുമുള്ള ആളുകളെയല്ല നമ്മൾ യൂട്ടിലൈസ് ചെയ്യണം. നിങ്ങളുടെ ഉള്ളിലുള്ള ഉപയോഗിക്കാൻ ഒരു മനുഷ്യന് എത്രത്തോളം ശ്രമിച്ചാലും മതിയാവാത്ത അത്രയും എനർജറ്റിക് ആയിട്ടുള്ള കഴിവുള്ള നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡ്, നമ്മുടെ മനസ്സിനെ കൃത്യമായിട്ട് ഉപയോഗിക്കാൻ സാധിച്ചാൽ, അതിൽ 1% ഇങ്ങനെ കറക്റ്റായിട്ട് നിങ്ങൾക്ക് ഉപയോഗിക്കാൻ സാധിച്ചാൽ ഈ ലോകം തന്നെ കീഴടക്കുക എന്നുള്ളതാണ്. അപ്പൊ നിങ്ങളുടെ ലക്ഷ്യത്തിൽ എത്താൻ വേണ്ടിയിട്ട് നിങ്ങൾ ഇത്രമാത്രം നിങ്ങൾ തന്നെ ഇൻവെസ്റ്റ് ചെയ്യാമെന്ന് ഞാൻ പറയുള്ളൂ. നിങ്ങളുടെ കഴിവിൽ, നിങ്ങളുടെ കോൺഫിഡൻസിൽ നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ അതിനനുസരിച്ച് നിങ്ങൾ വളരും. അതൊരു സംശയവും വേണ്ട. നിങ്ങളുടെ എത്ര വലിയ ലക്ഷ്യങ്ങളായിക്കോട്ടെ അവിടെ എത്തിച്ചേരുക തന്നെ ചെയ്യും. നിങ്ങൾ ഇത്തരം കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ മതി. നിങ്ങൾ പോകുന്ന ആ ഒരു പാതയിൽ വരുന്ന തടസ്സങ്ങൾ മുൻകൂട്ടി എഴുതി വെക്കുക. അത്തരം സാഹചര്യങ്ങൾ മറികടക്കാൻ നമ്മുടെ മനസ്സിനെയും ശരീരത്തെയും പ്രാപ്തമാക്കുക എന്നുള്ളതാണ്. എത്തരം സാഹചര്യങ്ങളാണെങ്കിൽ മറികടന്നതിനെ മുന്നോട്ട് പോവുക. മുന്നോട്ട് ഓടുന്നവന് മാത്രമാണ് ആ ലക്ഷ്യത്തിലെത്താൻ സാധിക്കുള്ളൂ. പിന്മാറില്ല എന്നൊരു തീരുമാനം മനസ്സിൽ ഉറച്ചെടുക്കുക. ഓക്കെ, അപ്പൊ എല്ലാവരും നിങ്ങളുടെ ലക്ഷ്യത്തിലെത്തട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു. ബൈ.